രാഷ്ട്രീയ പ്രേരിതമായ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കൂട്ട സ്ഥലം മാറ്റം, ലോജിക് ഇല്ലാതെ, കോമൺ സെൻസ് ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള കാരണവുമില്ലാതെ, അതാണ് ലോജിക്കും കോമൺ സെൻസും തൊട്ട് തീണ്ടാത്ത തീരുമാനങ്ങളുമായി ആളുകളെ, സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ട സ്ഥലം മാറ്റം രാഷ്ട്രീയ പ്രേരിതമായി. കഴിഞ്ഞ 10 വർഷം അവർ പ്രവർത്തിച്ച രാഷ്ട്രീയ സംഘടനയുടെ കൊടിയും നിറവും നോക്കിയാകാം. ഒരുപക്ഷെ മുഹമ്മദ് ഷിയാസ് എന്ന കൊച്ചിയുടെ MLA പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ 10 വർഷം നമ്മൾ കുടിച്ച കണ്ണീരിന് മറുപടി പറയാതെ VD സതീശൻ സർക്കാർ മുമ്പോട്ട് പോവില്ല എന്ന് പറഞ്ഞതുപോലെ, കണക്ക് തീർക്കലും പക തീർക്കലും ഉദ്ദേശമായി ഭരണത്തിലേറിയവർക്ക് പിന്നെ എന്തു പറയാൻ, എന്ത് ചെയ്യാൻ? നോക്കൂ നിങ്ങൾ, കൂട്ട സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ആത്മഹത്യ നടക്കുന്നു കേരളത്തിൽ. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വാക്കേറ്റം സർക്കാർ ഓഫീസിൽ ഉണ്ടാകുന്നു. വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ആരോഗ്യ പ്രശ്നവും കുടുംബ പശ്ചാത്തലവും ഒന്നും നോക്കാതെ കൂട്ട ട്രാൻസ്ഫറുകളിലേക്ക് LDF പിന്തുണച്ചു എന്നുള്ള കാരണം കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന കാരണങ്ങൾ ഉണ്ടാവുന്ന, അവർ പഠിക്കുന്ന അവരുടെ കുട്ടികളുടെ അക്കാഡമിക്സ് പോലും നോക്കാതെ. സാധാരണയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും രാഷ്ട്രീയ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അക്കാഡമിക്സിന്റെ സ്റ്റാർട്ടിംഗ് സമയത്ത് മെയ് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ ശ്രമിക്കുക. ഇതങ്ങനെ ഒന്നും നോക്കാതെ കുടുംബം ശിഥിലമാകുന്ന രീതിയിലേക്ക്, മാനസികമായ പിരിമുറുക്കങ്ങളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ തള്ളിവിടുന്നതിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലുണ്ട് അതെല്ലാം. കൃത്യമായി ആളുകളുടെ യാതൊരു തരത്തിലുള്ള ഒരു കൺസിഡറേഷനും ഇല്ലാതെയാണ് സർക്കാർ സ്ഥലം മാറ്റങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇത് ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ എത്തിപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്കോ ഓരോ വകുപ്പിലുള്ള ചീഫ് സെക്രട്ടറിക്കോ ഓരോ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കോ ഒന്നും പറയാനാവാത്ത വിധം പാർട്ടിയിൽ ശക്തമായ പിടിമുറുക്കമുള്ളവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ ഉദ്യോഗസ്ഥരെ തലയെണ്ണി അവരുടെ പാർട്ടി നോക്കി, അവരുടെ കൃത്യമായിട്ടുള്ള 10 വർഷങ്ങളിൽ ഇടപെടലുകൾ നോക്കി ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം നടത്തുമ്പോഴാണ് ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ പിരിമുറുക്കങ്ങളിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്.